ഓവലിൽ ഇന്ന് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമാണ്. സുന്ദരം എന്ന് പറയാനുള്ള കാരണം ഇന്നലെ മത്സരത്തിന്റെ 4-ാം ദിവസം ഇന്ത്യ തോറ്റതാണ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ജയിച്ചതാണ്. ഒരു ഘട്ടത്തിൽ സിറാജ് ഒരു ക്യാച്ച്, നിർണായകമായ ക്യാച്ചായിരുന്നു, മിസ്സാക്കുന്നു. അതിനുശേഷം ഹാരി ബ്രൂക്ക് എന്ന് പറയുന്നയാൾ അടിപൊളി ബാറ്റിംഗുമായിട്ട് സെഞ്ചുറി, അതിന് പിറകെ ജോ റൂട്ടിന്റെ സെഞ്ചുറി. ഇംഗ്ലണ്ട് വിജയം ഉറപ്പിച്ച ഘട്ടത്തിൽ, അതായത് ഏകദേശം ടീ ടൈം കഴിയുന്ന ഘട്ടം, അവിടെ നിന്നാണ് ശരിക്കും പ്രസീദ് കൃഷ്ണയിലൂടെ 2 വിക്കറ്റ് പ്രസീദ് കൃഷ്ണ നേടുന്നുണ്ട്. അതായത് ഹാരി ബ്രൂക്ക് പോയതിനു ശേഷം ഹാരിയുടെ വിക്കറ്റ് ആകാശ് ദീപിനായിരുന്നു. അതിനുശേഷം ഈ 2 വിക്കറ്റുകൾ നിർണായക ഘട്ടത്തിൽ, റൂട്ടിന്റെ വിക്കറ്റ്, ചെക്കർ ബാദലിന്റെ വിക്കറ്റ്. അതിനുശേഷമാണ് മഴ വരുന്നു. അപ്പോഴേക്കും ഇംഗ്ലണ്ടും വിജയം തമ്മിലുള്ള അകലം 35 റണ്ണായിട്ട് കുറഞ്ഞിരുന്നു. അങ്ങനെ കളി ഇന്നത്തേക്ക് മാറ്റുന്നു. ഇന്ന് നമ്മൾ കണ്ട ഒരു കാഴ്ച, അതായത് സ്വപ്ന സുന്ദരം എന്നൊക്കെ പറയാവുന്നത് പോലെ മുഹമ്മദ് സിറാജ് തിരിച്ചു വരികയാണ്. ഈ പരമ്പരയിൽ നമ്മൾ കണ്ടതാണ്. അത് ലീഡ്സിലാണെങ്കിൽ, എഡ്ബാസ്റ്റനിലാണെങ്കിൽ, ലോർഡ്സിലാണെങ്കിൽ, മാഞ്ചസ്റ്റർ ഓൾഡ് ട്രാഫോർഡിലാണെങ്കിൽ, ഇപ്പോൾ ഈ മത്സരം നടന്ന ഓവലിലാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ആ മനുഷ്യൻ പന്തെറിഞ്ഞത്. എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം കളിക്കുന്നു. ജസ്പ്രീത് ബുംറയെ പോലുള്ള ആളുടെ, അതായത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബോളറാണ് ബുംറ, അദ്ദേഹത്തിന് അഭാവം പോലും അറിയാത്ത രീതിയിൽ ഗംഭീരമായി പന്തെറിഞ്ഞ സിറാജ് ആ ക്യാച്ചിന്റെ പേരിൽ ശരിക്കും പ്രതിക്കൂട്ടിലേക്ക് വരുമായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം ഇന്നത്തെ ആ ദിവസം 35 റൺസ് മാത്രം, 4 വിക്കറ്റിന്റെ ഒക്കെ നേടണം. പ്രസീദ് കൃഷ്ണ ഇന്നെറിഞ്ഞ ആദ്യത്തെ 2 പന്തുകൾ ബൗണ്ടറിയിലേക്ക് പോകുന്നു. ഇന്ത്യ തോൽവിയിലേക്ക്, അതായത് 27 റൺസ് അരികിലേക്ക് ഇംഗ്ലണ്ട് വരുന്നുണ്ട്. അതിനുശേഷം സിറാജ് വന്നപ്പോഴും അദ്ദേഹം ജാമി സ്മിത്തിനെ പുറത്താക്കിയ ഒരു പന്തുണ്ട്, അതായത് ഒരു ഇൻസ്വിംഗർ ആയിരുന്നു അത് വിക്കറ്റ് കീപ്പർ ജുറയിൽ പിടിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അറ്റ്കിൻസിനെ പുറത്താക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എല്ലാവരെയും, അതായത് 3 വിക്കറ്റാണ് ഇന്ന് അദ്ദേഹം നേടിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ മാസ്മരിക പ്രകടനം, പ്രസീദിന്റെ പ്രകടനം, അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഇന്ത്യ 6 റൺസിന്റെ വിജയം നേടിയെങ്കിൽ ഈ പരമ്പര മാത്രമല്ല, ഈ ടെസ്റ്റിൽ മാത്രമല്ല, നമ്മുടെ ഫോക്ലോർ എന്ന് പറയുന്ന ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഫോക്ലോറുകളിൽ എപ്പോഴും അറിയപ്പെടുന്ന ഒരു പരമ്പരയായിട്ട് ഇത് മാറും. കാരണം 6 റൺസിന് ഇതുവരെ ഏതെങ്കിലും ടീം ഇത്തരം ചെറിയ മാർജിനിൽ ജയിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതേപോലെ ഇന്ത്യ തിരിച്ചു വന്നിട്ടുണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും ഇതൊരു യൂത്ത് ടീമാണ്. ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന ചെറിയ ഒരു യങ് ക്യാപ്റ്റനാണ്. വിരാട് കോഹ്ലി ഇല്ല, രോഹിത് ശർമ്മ ഇല്ല, നമുക്ക് അശ്വിൻ ഇല്ല, ഷമി ഇല്ല. ഇവരൊന്നുമില്ലാതെ ഒരു സംഘം യുവാക്കളുമായിട്ടാണ് 5 മത്സരങ്ങൾ ഇന്ത്യ കളിച്ചത്. മറുഭാഗത്ത് ബെൻ സ്റ്റോക്സ് ഉണ്ട്, ജോ റൂട്ട് ഉണ്ട്, വോക്സ് ഉണ്ട്, എല്ലാം, അതായത് സീനിയേഴ്സ് ഉണ്ട്, നല്ല കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അവരുടെ മണ്ണിൽ നോക്കൂ, നമ്മൾ ആദ്യ മത്സരത്തിൽ തോറ്റവരാണ് ലീഡ്സിൽ. എഡ്ബാസ്റ്റണിലേക്ക് വരുമ്പോഴും ബുംറ കളിച്ചിരുന്നില്ല, പക്ഷേ ആകാശ് ദീപും സിറാജും കൂടി നമ്മൾ വിജയിപ്പിക്കുന്നുണ്ട്. ലോർഡ്സിൽ നമ്മൾ തോറ്റു എന്ന് പറയുന്നത് 22 റൺസിന് മാത്രമാണ്. നമ്മൾ ജയത്തിന് അരികിലേക്ക് വന്നിരുന്നു, രവീന്ദ്ര ജഡേജയുടെ വിക്കൽ, പക്ഷെ നമ്മൾ അവസാനം തോറ്റു പോകുന്നു. ഓൾഡ് ട്രാഫോർഡിൽ നമ്മൾ കണ്ടില്ല, 2 സുന്ദരമായ 2ാം ഇന്നിംഗ്സ് സെഞ്ചുറികൾ വന്നു. ജഡേജ ആൻഡ് വാഷിംഗ്ടൺ സുന്ദർ. നമ്മൾ സമനിലയിലേക്ക് വരുന്നു. ഇപ്പോഴേറ്റവും ഒടുവിൽ നമ്മൾ വിജയിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ചരിത്രത്തിൽ, ഇംഗ്ലീഷ് ചരിത്രം മാത്രമല്ല, ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ ഗവാസ്കർ പറഞ്ഞതുപോലെയാണ് ഏറ്റവും ഗംഭീരമായ യൂത്ത് ടീമിന്റെ വരവാണ്. അതുകൊണ്ട് ഗില്ലാണെങ്കിൽ, സിറാജ് ആണെങ്കിൽ, പ്രസീദ് ആണെങ്കിൽ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. എന്തായാലും അതിശക്തമായിട്ടുള്ള വിജയമാണ്. ഇന്ത്യ പരമ്പര സമനിലയിലുമായി.